തമിഴ്നാട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 തൊഴിലാളികൾ മരിച്ചു, 2 പേർക്ക് ഗുരുതര പരിക്ക്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മനേഷ് മൂർത്തിയാണ്. മനീഷ്, 2 പേർ മരിച്ച ഒരു അപകടം, എങ്ങനെയായിരുന്നു ഈ സംഭവം? വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്ന് രാവിലെയാണ് 9 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ശിവകാശിക്കടുത്തുള്ള കാളയാർ കുറിച്ചിക്ക് സമീപത്തുള്ള സുപ്രീം ഫയർ വർക്ക്സ്, അത് തങ്കയ്യ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. ഇന്ന് രാവിലെ ദീപാവലി വരുന്നു. അപ്പോൾ ദീപാവലിക്ക് തന്നെ സ്വാഭാവികമായും കൂടുതൽ പടക്ക നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ, രാസമിശ്രിതം തയ്യാറാക്കുന്ന മുറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 4 പേരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അത് മാരിയപ്പൻ, മുത്തുവേൽ എന്ന് പറയുന്ന 2 പേരാണ് മരിച്ചത്. 2 പേരെ പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് സരോജയും ശങ്കരവേലനുമാണ്. ഇവരെ ശിവകാശിയിലെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ശിവകാശിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും തീ അണച്ചതിനാൽ അത് വലിയൊരു ഏരിയ തന്നെയാണ്. കാരണം 100-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ തീ അണച്ചത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള അപകടങ്ങളിൽ മറ്റിടങ്ങളിലേക്കൊന്നും തീ പടരാതിരുന്നത്. എന്തായാലും ഈ രാസവസ്തു മിക്സ് ചെയ്തിരുന്ന സ്ഥലത്ത് ആ കെട്ടിടം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. ലൈസൻസ് ഉള്ള സ്ഥാപനമാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 100ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനം ഉണ്ടായത്. 2 പേർക്ക് ഗുരുതര പരിക്ക്. വിവരങ്ങൾ നൽകിയത് മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന്.